Very good morning. Welcome to the class of mechanics. Today we are discussing about physics in a rotating coordinate system. What are the different properties of a rotating system? Whether this rotating system is an inertial frame of reference. If an inertial frame of reference is transferring to a rotating system, whether the rotating coordinates is also become a inertial frame. These are the main points which we are going to discuss in class. The transformation from an inertial coordinate system to a rotating system is fundamentally different from the transformation to a translating system. സാധാരണഗതിയിൽ നമ്മൾ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊടുത്തിട്ട് വേറൊരു സിസ്റ്റത്തിലേക്ക് മാറുന്നത് പോലെ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല ഒരു ഇനീഷ്യൽ കോർഡിനേറ്റ് സിസ്റ്റത്തെ ഒരു റൊട്ടേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് മാറ്റുന്നത്. എ കോർഡിനേറ്റ് സിസ്റ്റം ട്രാൻസ്ലേറ്റിംഗ് യൂണിഫോംലി relative to an inertial system is also inertial. The transformation leaves the laws of physics unaffected. ഒരു ഇനീഷ്യൽ സിസ്റ്റത്തിന് യൂണിഫോം ആയിട്ട് മൂവ് ചെയ്യുന്ന വേറൊരു സിസ്റ്റത്തെയും വേറൊരു കോർഡിനേറ്റിനെയും നമ്മൾ സാധാരണഗതിയിൽ ഇനീഷ്യൽ സിസ്റ്റം എന്ന് പറയാറുണ്ട്. അവിടെ ഫിസിക്സിന്റെ ലോസുകളൊന്നും ചേഞ്ച് ചെയ്യാറില്ല. ഇൻ കോൺട്രാസ്റ്റ്, എ യൂണിഫോംലി റൊട്ടേറ്റിംഗ് സിസ്റ്റം ഈസ് ഇൻട്രിൻസിക്കലി നോൺ ഇനേഷ്യൽ. യൂണിഫോം ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഒരിക്കലും ഒരു ഇനേഷ്യൽ സിസ്റ്റം അല്ല, അത് ഓട്ടോമാറ്റിക്കലി ഒരു നോൺ ഇനേഷ്യൽ സിസ്റ്റമാണ്. Rotational motion is acceleration motion, and the laws of physics always involve fictitious force when referred to a rotating reference frame. Rotational motion ഒരു accelerated motion ആണ്. അപ്പോൾ സാധാരണഗതിയിൽ ആക്സിലറേറ്റഡ് മോഷനെ നമ്മൾ ഒരിക്കലും ഒരു ഇനേഷ്യൽ ഫ്രെയിമിൽ നമ്മൾ കണക്കാക്കാറില്ല. കാരണം അതിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു റൊട്ടേറ്റിംഗ് ഫ്രെയിം ഓഫ് റെഫറൻസ് ഈസ് നോൺ ഇനേഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. The fictitious force do not have the simple form of a uniform gravitational field as in the case of a uniformly accelerating system, but involved several terms including one which is velocity dependent. സാധാരണഗതിയിൽ ഒരു ആക്സിലറേറ്റഡ് സിസ്റ്റത്തിൽ നോൺ ഇനേഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആണുള്ളത്. അതിന് കാരണം അതിൽ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ഉണ്ട്. സാധാരണഗതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു നോൺ ഇനേഷ്യൽ സിസ്റ്റം ആയിട്ട് ഒരു റൊട്ടേറ്റിംഗ് സിസ്റ്റത്തെ നമുക്ക് കണക്കാക്കാൻ പറ്റത്തില്ല. കാരണം സാധാരണഗതിയിൽ നോൺ ഇനേഷ്യൽ സിസ്റ്റത്തിൽ ഒരു ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ആണ് ഉള്ളതെങ്കിൽ റൊട്ടേറ്റിംഗ് കോർഡിനേറ്റിൽ ഒന്നിലധികം ഫിക്റ്റീഷ്യസ് ടേം ഉള്ള കമ്പോണന്റുകൾ വരാറുണ്ട്. മാത്രമല്ല അതിൽ ഒരു ടേം ഒരു ഫിക്റ്റീഷ്യസ് ടേം വിച്ച് ഈസ് വെലോസിറ്റി ഡിപ്പെൻഡന്റ് ആണ്. എന്നിരുന്നാലും ഇൻ സ്പൈറ്റ് ഓഫ് ഓൾ ദീസ് കോംപ്ലിക്കേഷൻസ് റൊട്ടേറ്റിംഗ് കോർഡിനേറ്റ് സിസ്റ്റം ക്യാൻ ബി വെരി ഹെൽപ്ഫുൾ. ഇൻ സർട്ടൻ കേസ് ദി ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ആക്ച്വലി സിംപ്ലിഫൈ ദി ഫോം ഓഫ് ദി ഇക്വേഷൻ ഓഫ് മോഷൻ. ഇക്വേഷൻ ഓഫ് മോഷനെ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയും ചില സന്ദർഭങ്ങളിൽ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ഉപയോഗിക്കാറുണ്ട്. It is natural to introduce the fictitious force than to describe the motion with the inertial coordinate system. അപ്പോൾ അങ്ങനെ ഒരു റൊട്ടേറ്റിംഗ് കോർഡിനേറ്റ് സിസ്റ്റത്തെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സാധാരണഗതിയിൽ അതൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണെങ്കിലും ഒത്തിരി അനവധി കാര്യങ്ങൾ കൂടുതൽ സിംപ്ലിഫിക്കേഷനോടുകൂടി ചെയ്യാൻ വേണ്ടി റൊട്ടേറ്റിംഗ് കോർഡിനേറ്റ് സിസ്റ്റം ഉപയോഗിക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ റൊട്ടേറ്റിംഗ് കോർഡിനേറ്റ് സിസ്റ്റത്തെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. എ ഗുഡ് എക്സാമ്പിൾ ഈസ് ദി ഫിസിക്സ് ഓഫ് എയർ ഫ്ലോ ഓവർ ദി സർഫസ് ഓഫ് ദി എർത്ത്. എർത്തിന്റെ സർഫസിലുള്ള എയർ ഫ്ലോകളെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ സാധാരണ ഈ കോർഡിനേറ്റ് സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് പറയാറുള്ളത്. ഇറ്റ് ഈസ് ഈസിയർ ടു എക്സ്പ്ലെയിൻ ദി റൊട്ടേഷണൽ മോഷൻ ഓഫ് എ വെദർ സിസ്റ്റം in terms of fictitious force than to use inertial coordinate which must then be related to coordinate on the rotating earth. എർത്തിന്റെ മുകളിലുള്ള എയർ ഫ്ലോ, അതേപോലെ വെദർ സിസ്റ്റത്തിൽ വിൻഡിന്റെ ഡയറക്ഷൻ, വിൻഡിന്റെ പ്രഡിക്ഷൻ, ഇത്തരം കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നത് സാധാരണഗതിയിൽ റൊട്ടേറ്റിംഗ് ഫ്രെയിം ഓഫ് റെഫറൻസ് ഉപയോഗിച്ചിട്ടാണ്. അത് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ഇനേഷ്യൽ കോർഡിനേറ്റിനെ കഴിഞ്ഞും കൂടുതൽ ഈസിയാണ്. ഫിഗറിൽ നിങ്ങൾക്ക് കാണാം എർത്തിന്റെ മുകളിലുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എയർ ഫ്ലോസ് ആണ് കാണുന്നത്. വെദർ സംഭവത്തെ കുറിച്ച് കൂടുതൽ അറിയാനും അതിന്റെ പ്രഡിക്ഷൻ നടത്താനും ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഇങ്ങനെ എയർ ഫ്ലോ എല്ലാം ഒരു റൊട്ടേറ്റിംഗ് ആയിട്ടാണ് നമുക്ക് പല സ്ഥലത്തും കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതെല്ലാം സാധാരണഗതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ റൊട്ടേറ്റിംഗ് ഫ്രെയിം. അപ്പം അങ്ങനെയാണെങ്കിൽ റൊട്ടേറ്റിംഗ് ഫ്രെയിം ഓഫ് റെഫറൻസിനെ കുറിച്ച് പറയുമ്പോൾ, ഇഫ് എ പാർട്ടിക്കിൾ ഓഫ് മാസ് m ഈസ് ആക്സിലറേറ്റിംഗ് അറ്റ് എ റേറ്റ് a വിത്ത് റെസ്പെക്ട് ടു ഇനീഷ്യൽ കോർഡിനേറ്റ് and at a rate a rot with respect to a rotating coordinate system, then the equation of motion in the inertial system is F is equal to ma. Similarly, the equation in rotating system, it is F rot is equal to m into a rot, where rot represent the rotating frame of reference, a rot representing the acceleration in rotating frame of reference, where the a is representing acceleration in inertial frame of reference, where the relation between a and a rod is equal to a rod plus a. What is capital A? Capital A is the relative acceleration. Similarly, F rod is equal to m into a minus capital A, which is equal to F plus F fictitious. എന്തുകൊണ്ടാണ് ഇവിടെ F rod എന്ന് പറയുന്ന സിസ്റ്റത്തിൽ ക്യാപിറ്റൽ A fictitious ഫോഴ്സ് ആയിട്ട് പറയുന്നത്? നമ്മൾ നേരത്തെയുള്ള എല്ലാ ക്ലാസ്സുകളിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. while we are discussing with a rotating system, that is a non-inertial system, if we are discussing non-inertial system, there is a fictitious force. So we are including in F rod, that is a fictitious. So F fictitious is equal to minus A, as discussed earlier. F fictitious is equal to minus m into capital A. Now our aim is to find the term A. How to calculate capital A? One way of evaluating A is to find the transformation connecting the inertial and rotating coordinate and then to differentiate. ഒരു ഇനേഷ്യൽ സിസ്റ്റത്തിനെയും റൊട്ടേറ്റിംഗ് സിസ്റ്റത്തിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കിയിട്ട് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആക്സിലറേഷൻ കിട്ടും. അപ്പം അതല്ലാതെ കുറച്ചും കൂടെ സിംപ്ലിഫൈ ആയിട്ടുള്ള, കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ള അനദർ മെത്തേഡാണ് ഫൈൻഡിങ് എ ട്രാൻസ്ഫോർമേഷൻ റൂൾ റിലേറ്റിംഗ് ദി ടൈം ഡെറിവേറ്റീവ്സ് ഓഫ് എനി വെക്ടർ ഇൻ ഇനേഷ്യൽ ആൻഡ് റൊട്ടേറ്റിംഗ് കോർഡിനേറ്റ് സിസ്റ്റം. ഇപ്പോൾ ട്രാൻസ്ഫോർമേഷൻ റൂൾ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അത് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ക്യാപിറ്റൽ എ കണ്ടുപിടിക്കാനുള്ള വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡ്. ഫോർ ദിസ് പർപ്പസ് we will find the relation between the velocity of a particle measured in an inertial system, which is called as v in, and the velocity measured in a rotating system, that is v rot. So we are representing v in is the velocity in an inertial frame of reference. Similarly, v rot is the velocity in a rotating frame of reference. How to find out the time derivatives and rotating coordinate? We are considering in pure rotation without translation. That means something is rotating to a point is constant. ആ പോയിന്റ് അല്ലെങ്കിൽ ആ റൊട്ടേഷൻ അവിടെ നിന്ന് മാറുന്നില്ല. അതാണ് പ്യുവർ റൊട്ടേഷൻ വിത്തൗട്ട് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. Considering a rotating system x dash, y dash, z dash, whose origin coincides with the origin of an inertial system x, y, z. Here we are dealing with two frame of reference. That is, one is inertial coordinate system, that is denoted by x, y, z. The another system is denoted by x dash, y dash, z dash. That is a rotating system. Here we can see the figure where we have x, y, z are the inertial system. Similarly, another system is x dash, y dash, and z dash. And the one important point is that the z and z dash is common. That means if the rotating system, that is x dash, y dash, and z dash is rotating along z direction, so the z dash and z is always remain here, and x dash, y dash is rotating. We can elaborate by a help of a graphical representation. These are the three different axes. Here we are representing only the rotating system. So don't confuse with the terminal, don't confuse with the notation x, y, whatever it is. For this easy representation, axis only. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സ് ആൻഡ് വൈ ആർ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, ബട്ട് സെഡ് ഈസ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഈ പ്ലെയിൻ ആണ്, ഈ എക്സ് വൈ ഉൾപ്പെട്ട പ്ലെയിൻ ആണ് സാധാരണഗതിയിൽ റൊട്ടേറ്റ് ചെയ്യുന്നത്, വെയർ ദി സെഡ് കമ്പോണന്റ് ഈസ് കോൺസ്റ്റന്റ്.
അപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ഫിഗറിലും ഡാഷും വൈ ഡാഷുമാണ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന എലോങ് സെഡ്. സെഡ് അവിടെ കോൺസ്റ്റന്റ് ആക്കി വെച്ചേക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ആക്സിസുകൾ എന്ന് പറയുന്നത് നോൺ ഇനേഷ്യലാണ്. അതിന് നമ്മൾ സാധാരണ നമ്മുടെ ക്ലാസ്സിൽ എക്സ് ഡാഷ് വൈ ഡാഷ് എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണെന്ന് നിങ്ങൾ അനുമാനിക്കുക. എങ്ങനെയാണ് ഈ ആക്സിസ് റൊട്ടേറ്റ് ആകുമെന്ന് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫിഗർ ഇവിടെ, ഈ ഗ്രാഫ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് മനസ്സിലാവും എക്സും വൈയും ആണ് ഈ സെഡിനെ കേന്ദ്രമാക്കി വെച്ചുകൊണ്ട് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ശരിക്കുമുള്ള ഫിഗറുകളിൽ എക്സ് ഡാഷും വൈ ഡാഷുമാണ് റൊട്ടേറ്റ് ചെയ്യുക എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. സപ്പോസ് that the x dash y dash and z dash system is rotating so that z and z dash axis always coincidence. അപ്പോൾ z-ഉം z-ഉം ഓൾവേസ് ഒറ്റ പോയിന്റ് നിൽക്കും. അതേസമയം എക്സ് ഡാഷും വൈ ഡാഷും z ഡയറക്ഷനെ വെച്ചുകൊണ്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ the angular velocity along z axis is omega. Now let the x and x dash axis coincidence instantaneously at a time t. അപ്പോൾ നമ്മൾ കൺസിഡർ ഏതോ ഒരു ടൈമിൽ നമുക്കറിയാം എക്സ് ഡാഷും വൈ ഡാഷും റൊട്ടേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഏതോ ഒരു സമയത്ത് ഈ എക്സും എക്സ് ഡാഷും കോയിൻസിഡൻസ് ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ നോക്കുക, 3 ആക്സിസും ഒരേ പോയിന്റിലാണുള്ളത്. അപ്പോൾ ഈ ഒരു ടൈം നമ്മൾ ഏതോ ഒരു ടൈമാണ്, ആ ടൈമിൽ നമ്മൾ സപ്പോസ് ടി എന്ന് റെപ്രസെന്റ് ചെയ്തു. ആ സമയത്ത് എക്സും എക്സ് ഡാഷും ഒരേ ലൈനിലാണ്, വൈ ഡാഷും ഒരേ പോയിന്റിലാണ്, സെഡും സെഡ് ഡാഷും ഓൾറെഡി ഒരേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇമാജിൻ എ പാർട്ടിക്കിൾ ഹാസ് എ പൊസിഷൻ വെക്ടർ r of t in xz plane and x dash z dash plane at a time t. അപ്പോൾ ഒരു ടൈം, ആ ടൈമിൽ ഈ 3 ആക്സിസും കോയിൻസിഡൻസ് ആയിരിക്കുന്ന സമയത്ത് നമ്മളൊരു പോയിന്റ് കൺസിഡർ ചെയ്തു. ആ പോയിന്റിലേക്കുള്ള പൊസിഷൻ വെക്ടർ നമ്മൾ r of t എന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈം ടിയിൽ. ആ പോയിന്റ് ഇവിടെയാണ്. ആ പോയിന്റ് എന്ന് പറയുന്നത് എക്സ് സെഡ് പ്ലെയിനിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലൈനിൽ വരും. ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയ്ക്കുള്ളിൽ ഏകദേശം ഇവിടെ ആയിട്ട് വരും. ഈ ഒരു പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഇവിടെ. അപ്പോൾ അങ്ങനെയുള്ള പ്ലെയിൻ ആണ് എക്സ് സെഡ് പ്ലെയിനിലാണ് നമ്മളിപ്പോൾ r of t എന്ന് പറയുന്ന പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. റിമെമ്പർ ദാറ്റ് ഇങ്ങനെ ഇവിടെ ഒരു പോയിന്റിനെ കൺസിഡർ ചെയ്യുന്ന സമയമാണ് r of t where x and x dash y and y dash are coincident. അപ്പോൾ അങ്ങനെയുള്ള ഒരു പോയിന്റ് ആണ് നമ്മളിവിടെ r of t എന്ന് പറഞ്ഞിരിക്കുന്നത്. കുറച്ചും കൂടെ ക്ലാരിഫിക്കേഷൻ വേണ്ടി ഞാനൊരു ഈ ഒരു രീതിയിലേക്ക് വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും. അറ്റ് എ ടൈം t plus delta t, the position vector is r of t plus delta t and the displacement of the particle in the inertial system is delta r is equal to r of t plus delta t minus r of t. എന്താ പറഞ്ഞേക്കുന്നത്? അറ്റ് എ ടൈം ടിയിലാണ് നമ്മൾ ഈ പൊസിഷൻ ഇവിടെ പറഞ്ഞേക്കുന്നത്. ഒരു ടിക്ക് ശേഷം നമ്മൾ ഡെൽറ്റ ടി, ആഫ്റ്റർ എ ടൈം ഡെൽറ്റ ടി എന്ത് വന്നു? ഇവിടെ ഉണ്ടാകുന്ന പോയിന്റ് എവിടെ എത്തി? ഈ പോയിന്റിലേക്ക് എത്തി. അപ്പോൾ ഈ പോയിന്റിലെയാണ് നമ്മൾ r of t plus delta t എന്ന് റെപ്രസെന്റ് ചെയ്തേക്കുന്നത് ആഫ്റ്റർ എ ടൈം ഡെൽറ്റ ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഇനീഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഫ്രെയിം റൊട്ടേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ ആ റൊട്ടേറ്റ് ചെയ്യാത്ത ഫ്രെയിമിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഉണ്ടായിരുന്ന പൊസിഷൻ r of t ആണ്. അത് എക്സ് പ്ലെയിനിലായിരുന്നു. ആഫ്റ്റർ എ ടൈം ഡെൽറ്റ ടി ഈ പൊസിഷൻ ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്. അതാണ് എന്ത്? r of t plus delta t. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ്? ഡെൽറ്റ r ഈസ് ഈക്വൽ ടു r of t plus delta t മൈനസ് r of t. ഇതാണ് ഒരു ഒബ്സർവർ ഈ സ്റ്റാൻഡിങ് ഓൺ ദി ഇനീഷ്യൽ സിസ്റ്റം. ബട്ട് ദി സിറ്റുവേഷൻ ഈസ് ഡിഫറെന്റ് ഫോർ ആൻ ഒബ്സർവർ ഇൻ ദി റൊട്ടേറ്റിംഗ് കോർഡിനേറ്റ് സിസ്റ്റം. ഒരു റൊട്ടേറ്റിംഗ് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഫിസിക്കൽ ഫിനോമിന ഇങ്ങനെ ആയിരിക്കണമെന്നില്ല. ചെറിയൊരു ഡിഫറൻസ് കൂടെ ഉണ്ട്. എന്താണ് ആ ഡിഫറൻസ് എന്ന് നമുക്ക് നോക്കാം. ഹി ഓൾസോ നോട്ട് ദാറ്റ് ദി ഫൈനൽ പൊസിഷൻ ഓഫ് r of t plus delta t. But in calculating the displacement, he remembers that the initial position vector in his coordinate system is r dash of t was in x dash z dash plane. എന്തായിരിക്കും വ്യത്യാസം? ഇത്ര നേരം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് ഒബ്സർവർ ഇനീഷ്യൽ സിസ്റ്റത്തിലായിരുന്നുണ്ടായിരുന്നു. നൗ വി ആർ ട്രാൻസ്ഫോമിങ് അനദർ ഒബ്സർവർ ഹു ഈസ് സ്റ്റാൻഡിങ് ഓൺ എ റൊട്ടേറ്റിംഗ് സിസ്റ്റം. റൊട്ടേറ്റിംഗ് സിസ്റ്റത്തിൽ നിൽക്കുന്ന ഒരു ഒബ്സർവറെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഫൈനൽ പൊസിഷൻ ഇത് തന്നെയാണ്. കാരണം എന്താണ്? ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് ഫൈനൽ പൊസിഷൻ. അപ്പോൾ ഈ ഒരു ഫൈനൽ പൊസിഷന് വ്യത്യാസം ഉണ്ടാവില്ല. അതേസമയം
ഇനീഷ്യൽ പൊസിഷന് ചെറിയ വ്യത്യാസമുണ്ട്. കാരണം എന്താണ്? നമ്മൾ ആദ്യം പറഞ്ഞ ഈ കേസിൽ ടോപ്പ് റൈറ്റുള്ള കേസിൽ എല്ലാം കോയിൻസിഡൻസ് ആയിരുന്നു. അന്നേരം ഉള്ള ഇനീഷ്യൽ പൊസിഷൻ ആർ ഓഫ് ടി ആയിരുന്നു. അതേസമയം ആഫ്റ്റർ ടൈം ഡെൽറ്റ ടി എന്ത് പറ്റി? ഈ സോളിഡ് ലൈനിൽ ഉണ്ടായിരുന്ന ആക്സിസ് കുറച്ച് ഇങ്ങോട്ട് മാറി. അതാണ് ഇവിടെ എക്സ് ഡാഷ് എന്ന് പറഞ്ഞ പുതിയൊരു ലൈൻ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഈ എക്സ് ഡാഷ് വെച്ചുകൊണ്ടാണ് ഒരു എക്സ് ഡാഷ് സെഡ് ഡാഷ് പ്ലെയിൻ നമുക്ക് വരയ്ക്കേണ്ടി വരും. അതാണ് ഈ പച്ച ലൈനിൽ നമ്മൾ വരച്ചേക്കുന്നത്. ഇതെന്താണ്? ആദ്യം കോയിൻസിഡൻസ് ചെയ്തപ്പോൾ ഈ റെഡിലായിരുന്നു ഈ ഗ്രീനും കൂടി ഉണ്ടായിരുന്നത്. ആഫ്റ്റർ എ ടൈം ഡെൽറ്റ ടി എന്ത് വെച്ചു? നമുക്കറിയാം ഈ സംഭവം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ എക്സ് സെഡ് ഡാഷ് പ്ലെയിൻ കുറച്ചും കൂടെ റൈറ്റ് സൈഡിലേക്ക് വന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് എക്സ് ഡാഷ് സെഡ് ഡാഷ് പ്ലെയിനിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ പൊസിഷൻ ഇവിടെയാണ്. ഓക്കെ, ഫൈനൽ പൊസിഷനോ അത് ഇവിടെ തന്നെ സെയിം തന്നെയാണ്. അപ്പോൾ റൊട്ടേറ്റിംഗ് ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിൽക്കുന്ന ഒരു ഒബ്സർവറിനെ സംബന്ധിച്ചിടത്തോളം ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് ആഫ്റ്റർ എ ടൈം ഡെൽറ്റ ടി ആകുമ്പോൾ ആ പൊസിഷൻ മാറി. ആദ്യത്തെ കേസിൽ ഇവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എന്താണ്? എല്ലാ സിസ്റ്റവും എല്ലാ കോർഡിനേറ്റും കോയിൻസിഡൻസ് ആയിരുന്നു. അപ്പോൾ ഒറ്റ പ്ലെയിൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. റെഡ് ലൈനിൽ തന്നെയായിരുന്നു എക്സ് ഡാഷ് ഉണ്ടായിരുന്നത്. ടൈം ചേഞ്ച് ചെയ്തപ്പോഴോ ഈ റെഡ് ലൈനിൽ ഉണ്ടായിരുന്ന പ്ലെയിൻ കുറച്ച് റൈറ്റിലേക്ക് മാറി, അത് ഗ്രീൻ ലൈനിലേക്ക് മാറി. അപ്പോൾ എന്തായി? ഇത് വേറൊരു പ്ലെയിനായി, കുറച്ചും കൂടെ റൈറ്റിലേക്ക് മാറി. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ഡിസ്റ്റൻസിൽ ഒരു വ്യത്യാസം വരും. അതായത് ഇനീഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിൽക്കുന്ന ഒബ്സർവറിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഡെൽറ്റ ആറും, എന്താണ് ഡെൽറ്റ ആറ്? ഇനീഷ്യൽ പൊസിഷൻ മൈനസ് ഫൈനൽ പൊസിഷൻ. റൊട്ടേറ്റിംഗ് സിസ്റ്റത്തിൽ നിൽക്കുന്ന ഒബ്സർവറെ സംബന്ധിച്ചിടത്തോളം ഡിഫറൻസും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. The displacement he measures relate to his coordinate system is delta r dash is equal to r of t plus delta t minus r dash of t. ഇതാണ് ഫൈനൽ പൊസിഷൻ. ഈ റൈറ്റ് സൈഡിലുള്ള ഇവിടെ നമുക്ക് റെഡ് പ്ലെയിൻ എന്ന് പറയുന്നത് ഇനീഷ്യൽ സിസ്റ്റത്തിന്റെ പ്ലെയിൻ ആണ്. ഗ്രീൻ ലൈൻ എന്ന് പറയുന്നത് നോൺ ഇനീഷ്യൽ സിസ്റ്റത്തിന്റെ പ്ലെയിൻ ആണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡെൽറ്റ ആർ ആൻഡ് ഡെൽറ്റ ആർ ഡാഷ്? ഡെൽറ്റ ആർ ഡാഷ് ഈസ് ഈക്വൽ ടു ഈ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഈ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് ഡെൽറ്റ ആർ. ഡെൽറ്റ ആർ ഡാഷ് ഈസ് ഈക്വൽ ടു ആർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് ആർ ഡാഷ് ഓഫ് ടി. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഫിഗറിൽ നിന്ന് നമുക്കത് കുറച്ചും കൂടെ മനസ്സിലാവും. ഡെൽറ്റ ആർ ഡാഷ് എന്ന് പറയുന്നത് ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ എപ്പോഴുള്ളത്? ഈ റൊട്ടേറ്റിംഗ് ഫ്രെയിമിൽ ഉള്ളത്. അതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം ഇത്രയാണ്. സിൻസ് ദി എക്സ് ഡാഷ് സെഡ് ഡാഷ് പ്ലെയിൻ ഈസ് നൗ റൊട്ടേറ്റഡ് അവേ ഫ്രം ഹിസ് ഏർലിയർ പൊസിഷൻ. റെഡ് ലൈൻ ആയിരുന്നു ഇനീഷ്യൽ പൊസിഷൻ. ആ പൊസിഷനിൽ നിന്നും കുറച്ചേക്ക് ഈ സിസ്റ്റം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കുറച്ചേക്ക് റൈറ്റ് സൈഡിലേക്ക് മാറി. അതാണ് ഗ്രീൻ ആയിട്ട് വന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഡെൽറ്റ ആർ, ഈ ലെഫ്റ്റ് സൈഡിലെ ഡെൽറ്റ ആർ എന്താണ്? ഇനീഷ്യൽ സിസ്റ്റത്തിലുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ ഫൈനൽ പൊസിഷൻ ആൻഡ് ഇനീഷ്യൽ പൊസിഷൻ. ഈ ഡെൽറ്റ ആറും ഡെൽറ്റ ആർ ഡാഷും തമ്മിൽ വ്യത്യാസമുണ്ടാകും. അതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ആർ നമുക്ക് ഇവിടെ നിന്നും ഡെൽറ്റ ആർ ഈസ് ഈക്വൽ ടു ഈ ഡിസ്റ്റൻസ് പ്ലസ് ഈ ഡിസ്റ്റൻസ് ആയിട്ട് വരും. അപ്പോൾ അങ്ങനെ ഡെൽറ്റ ആർ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ആർ ഡാഷ് പ്ലസ് ആർ ഡാഷ് ഓഫ് ടി മൈനസ് ആർ ഓഫ് ടി. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ഡിഫറൻസ്. Consequently, the velocity is different in the two frames. Since r dash of t and r of t differ only by a pure rotation, r dash of t minus r of t is equal to omega cross r into delta t. What is r dash of t minus r of t? That is a distance, otherwise a displacement, is equal to omega cross r means a velocity into time, that is distance. ഒമേഗ ക്രോസ് ആർ എന്നുള്ളത് വെലോസിറ്റി ആണ്. അത് നിങ്ങൾ നേരത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിളിക്കുന്നത്. വേർ ഒമേഗ ഈസ് ദി ആംഗുലർ വെലോസിറ്റി. നൗ ഫ്രം 1 ആൻഡ് യൂസിങ് 2 എന്ത് ചെയ്യാം? ആർ ഡാഷ് ഓഫ് ടി മൈനസ് ആർ ഓഫ് ടി എന്ന് പറഞ്ഞ ഈ ടേം എന്താണ്? ഒമേഗ ക്രോസ് ആർ ഇൻറ്റു ഡെൽറ്റ ടി. അതിനെ നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ഡെൽറ്റ ടി കൊണ്ടൊന്ന് ഡിവൈഡും ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ആർ ഡാഷ് ബൈ ഡെൽറ്റ ടി പ്ലസ് ഈ ടേം എന്ന് പറഞ്ഞത് അക്കോർഡിംഗ് ടു സെക്കൻഡ് ഇക്വേഷൻ ഒമേഗ ക്രോസ് ആർ ആണ്.
ഡെൽറ്റ ടി കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒമേഗ ക്രോസ് ആർ. ടേക്കിംഗ് ദി ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഇയേഴ്സ്, ഇതാണ് നമ്മുടെ നേരത്തെ കണ്ട ഇക്വേഷൻ. ഇതിൽ നമുക്ക് ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താം, ഇതിനെ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെലോസിറ്റി വി ഇൻ, വെലോസിറ്റി ഇൻ ഇനേഷ്യൽ സിസ്റ്റം ഈസ് ഈക്വൽ ടു വി റോട്ട് in rotating system plus omega cross r. This third equation can be also written as dr by dt in is equal to dr by dt in rot plus omega cross r. Rate of change of position in inertial system is equal to rate of change of position in rotating system plus angular velocity cross r. Equation 4 can be generalized for a vector. ഈ ആറിന് പകരം നമുക്ക് ഒരു കോമൺ വെക്ടർ എന്ന് പറഞ്ഞ ബി, ഏതെങ്കിലും ഒരു വെക്ടർ ആയിക്കട്ടെ, ആ കോമൺ വെക്ടർ ബി എന്ന് പറഞ്ഞ ടൈമിലേക്ക് മാറ്റുകയാണെങ്കിൽ ഡി ബി ബൈ ഡി ടി ഇൻ ഇനേഷ്യൽ സിസ്റ്റം ഈസ് ഈക്വൽ ടു ഡി ബി ബൈ ഡി ടി ഇൻ റൊട്ടേറ്റിംഗ് സിസ്റ്റം പ്ലസ് ഒമേഗ ക്രോസ് ബി. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഈ ടോപ്പിക്ക് കൊണ്ട് ഇവിടെ അവസാനിപ്പിക്കാം. നന്ദി, താങ്ക് യു.